ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന ഇൻഫർമേഷൻ RRBയുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനുകളാണ്. 2025 റിക്രൂട്ട്മെൻറ്റാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ഡിയിലെ പല ഡിവിഷനിലായിട്ട് 32,000 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ട്രിവാൻഡ്രം റീജിയനിലെ വേക്കൻസികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ആപ്ലിക്കേഷൻ അയക്കുവാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ SSLC ആണ്. SSLC പാസ്സായിട്ടുള്ളവർക്കും IT പാസ്സായിട്ടുള്ളവർക്കും ആപ്ലിക്കേഷൻസ് അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കുവാനുള്ള ഏജ് ലിമിറ്റ് 18 വയസ്സിനും 36 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. SC STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻ കിട്ടുന്നതാണ്. എക്സ് സർവീസുകാർക്ക് 50 വയസ്സ് വരെ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കുവാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ SSLC സർട്ടിഫിക്കറ്റ്, ആധാർ, ഫോട്ടോ, സിഗ്നേച്ചർ. OBC ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് തഹസിൽദാർ നൽകുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം, ഡീറ്റെയിൽസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. SC ST ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അതുകൂടാതെ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക്, നിങ്ങൾ അടയ്ക്കുന്ന ഫീസ്, നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് റീസെൻ്റ്ലി എടുത്തിട്ടുള്ള 6 മാസത്തിനകത്ത് എടുത്തിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള മുഖം വ്യക്തമായിരിക്കണം. 2 ചെവിയും കണ്ണും കാണുന്ന രീതിയിലുള്ള വ്യക്തമായിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. ക്ലിയർ ഇല്ലാത്ത ഫോട്ടോകൾ ആപ്ലിക്കേഷൻ നിരസിക്കപ്പെടുന്നതിന് കാരണമായിരിക്കും. 6 മാസത്തിനകത്ത് എടുത്തിട്ടുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. കൂടാതെ നിങ്ങളുടെ സിഗ്നേച്ചർ നല്ല ക്ലിയർ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. SSLC സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പറുമായിട്ട് രജിസ്റ്റേർഡ് ആയിരിക്കണം. ആധാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിനകത്ത് OTP വരുന്നതായിരിക്കും. ആ OTP മുഖാന്തരം മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൂടാതെ നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് കൊടുക്കുന്ന മെയിൽ IDയും നിങ്ങൾ എൻ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പരും ആക്റ്റീവ് ആയിരിക്കണം. ഇതിൽ രണ്ടിലും OTP വരുന്നതായിരിക്കും. ഈ 3 OTP എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 വയസ്സിനും 36 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. 1/1/2025 തീയതി വെച്ചാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1/1/2025 18 വയസ്സും 36 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. SC STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും ഏജ് റിലാക്സേഷനാണ് കിട്ടുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷനാണ് അയക്കാൻ പറ്റുന്നത്. ആപ്ലിക്കേഷൻ ഫീസുണ്ട്. SC STക്കും വുമൻസിനും ഡിസബിലിറ്റിക്കും മൈനോറിറ്റിക്കും 250 രൂപയാണ് ഫീസ് ഉള്ളത്. ജനറൽ കാസ്റ്റിനും OBCക്കും 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഉള്ളത്. നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ 250 രൂപ ഫീസ് അടയ്ക്കുന്നവർക്ക് 200 രൂപയും 500 രൂപ ഫീസ് അടയ്ക്കുന്നവർക്ക് 400 രൂപയും തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. അത് എക്സാം എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ക്യാഷ് തിരികെ കിട്ടുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ പറയുന്നത്. ആപ്ലിക്കേഷൻ അയക്കുവാൻ വേണ്ട ഡോക്യുമെൻറ്റ്സുകൾ ഒന്നും കൂടെ പറയാം. SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് എടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഉള്ള ഫോട്ടോയ്ക്കകത്ത് മുഖം വ്യക്തമായിരിക്കണം. നിങ്ങളുടെ ചെവികൾ രണ്ടും കാണുന്ന രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം. വ്യക്തതയില്ലാത്ത ഫോട്ടോ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ തഹസിൽദാർ നൽകിയ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതാണ്. ഇത്രയും ഡീറ്റെയിൽസാണ് ആപ്ലിക്കേഷൻ അയക്കുവാൻ വേണ്ടത്. ആപ്ലിക്കേഷൻ അയക്കുവാനുള്ള അവസാന തീയതി 2025 ഫെബ്രുവരി 22 വരെയാണ് ആപ്ലിക്കേഷൻ അയക്കുവാനുള്ള സമയമുള്ളത്. 2025 ജനുവരി 23 ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞു. ആപ്ലിക്കേഷൻ അയക്കുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് 2025 ഫെബ്രുവരി 22 ആണ്. എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ എല്ലാവരും അയക്കുക. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരുന്ന സൈറ്റ് ഹാങ് ആവാനും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈനായിട്ട് തന്നെയാണ് അടയ്ക്കേണ്ടത്. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ UPI പേയ്മെൻറ്റോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാവുന്നതാണ്.
ഇത്